ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കർക്കിടക കാപ്പിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കർക്കിടക കാപ്പി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിന് പറ്റിയ ഒരു പൊടി റെഡിയാക്കണം. നമുക്ക് കർക്കിടകത്തിൽ മാത്രമല്ല, നമുക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കുടിക്കാൻ പറ്റണതാണ് കേട്ടോ. അത്രയും ഇതിലുള്ള സാധനങ്ങളൊക്കെ നല്ലതാണ്, നമ്മുടെ ദേഹത്തിന് നല്ലതാണ്. കുടിക്കുമ്പോൾ നമുക്ക് തൊണ്ടയ്ക്കും ഒക്കെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള മരുന്നുണ്ട, കർക്കിടക്കഞ്ഞി, അങ്ങനെ കുറേ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നും കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. കർക്കിടക കാപ്പി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കർക്കിടക കാപ്പിപ്പൊടി ഉണ്ടാക്കാം. കർക്കിടക കാപ്പിപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലെ ഒരു വലിയ കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ, ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. നല്ലൊരു സ്മെല്ലൊക്കെ വരും. തീ കൂട്ടി വെച്ച് കഴിഞ്ഞ് ഈ ചുക്കിൻ്റെ പൊടിയൊക്കെ കരിഞ്ഞു പോവും. അപ്പം നമ്മുടെ കാപ്പിപ്പൊടിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ചുക്കൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കപ്പ് മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മുഴുവൻ മല്ലി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തീ കൂട്ടി വെക്കുമ്പോൾ ഇതിൻ്റെ പൊടികളുണ്ടല്ലോ, ഈ ചുക്കിൻ്റെ പൊടികളൊക്കെ കരിഞ്ഞ് വേറൊരു ടേസ്റ്റ് ആവും. അതുകൊണ്ട് തീ കൂട്ടി വെക്കേണ്ട, ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ 240 ml കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലാണ് ഒരു കപ്പ് മല്ലി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ മല്ലിയൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല വാസനയൊക്കെ വരുന്നുണ്ട് മല്ലിയുടെ. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ ഒരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് മുഴുവനോടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ, നമ്മൾ ഫസ്റ്റ് തൊട്ട് അവസാനം വരെയും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഇത് വറുത്തെടുക്കുന്നത്. എല്ലാതും വറുത്തെടുത്ത് വരാനായിട്ട് നമുക്കൊരു 10-12 മിനിറ്റാണ് വേണ്ടത് കേട്ടോ. ഇപ്പോൾ കുരുമുളകൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ മുഴുവൻ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ മല്ലിയൊക്കെ പൊട്ടി തുടങ്ങും കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വരണത് സൗണ്ട് കേൾക്കാം. ഇപ്പോൾ ഉലുവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരു ഐറ്റം കൂടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിവിടെ 1.25 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം, ക്യുമിൻ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ജീരകം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പം എല്ലാം കൂടി നല്ലൊരു സ്മെല്ല് ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും ഫ്ലേവർ ഇപ്പോൾ പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതൊന്ന് ചൂടാറട്ടെ. അതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്, ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. ആ ചൂടിൽ തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലൊന്നും വെള്ളം ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ജാർ തന്നെ എടുക്കുക. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കാപ്പിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 1.25 ടേബിൾ സ്പൂൺ തന്നെ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയോ ഏത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കർക്കിടക കാപ്പിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ചില്ലിൻ്റെ ബോട്ടിലിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഡെയിലി നമുക്ക് ഈ പൊടി എടുത്തിട്ട് നമുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതുകൊണ്ട് കാപ്പി ഉണ്ടാക്കി കുടിച്ചാലോ, കാപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ.
കർക്കിടക കാപ്പി ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു 250 ml വെള്ളം, ഒരു കപ്പ് വെള്ളം ഞാനൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഇവിടെ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാപ്പിപ്പൊടി ഉണ്ടല്ലോ, കർക്കിടക കാപ്പിപ്പൊടി, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരയോ അല്ലെങ്കിൽ കരിപ്പെട്ടി ഇത് ഏതെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കര 2 കഷ്ണം നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കാപ്പി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കർക്കിടക കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കിത് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.